ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 215 കണ്ണപ്പൻ്റെ കണ്ണ് അകത്താണല്ലോ. ഭാഗം 215 കണ്ണപ്പൻ്റെ കണ്ണ് അകത്താണല്ലോ ഇവിടെ ആരംഭിക്കുന്നു. വക്കത്ത് കുഞ്ചൻ വിളാകം എന്നൊരു കുടുംബമുണ്ടായിരുന്നു. അവിടുത്തെ ഒരംഗമായിരുന്നു ഗോവിന്ദൻ. കുട്ടിക്കാലത്ത് ഗോവിന്ദന് വസൂരി രോഗം പിടിപെടുകയുണ്ടായി. ആ രോഗം വളരെ കടുത്ത നിലയിലായിരുന്നു വന്നിരുന്നത്. ചികിത്സയും മറ്റും മുറയ്ക്ക് ചെയ്തെങ്കിലും ഒടുവിൽ ആ രോഗത്താൽ ഗോവിന്ദൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയുണ്ടായി. അങ്ങനെ വിഷമിച്ചു കഴിയവേ ഒരു ദിവസം ഗുരുദേവൻ വക്കത്തെ വേലായുധൻ നടയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന വിവരമറിഞ്ഞു. ഉടനെ ഗോവിന്ദൻ ഒരു സഹായിയെയും കൂട്ടി അവിടെ എത്തി. ഗോവിന്ദൻ്റെ സങ്കടങ്ങൾ കേട്ട ഗുരുദേവൻ അവിടെ നിന്നും ശിവഗിരിയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഗോവിന്ദനെയും കൂടെ കൂട്ടുകയുണ്ടായി. അങ്ങനെ ഗോവിന്ദൻ ശിവഗിരി മഠത്തിലെ ഒരു അന്തേവാസിയായി മാറി. അതിനുശേഷം ഗുരുദേവൻ അന്ധനായി തീർന്നിരുന്ന ഗോവിന്ദന് കണ്ണപ്പൻ എന്ന് പേരിട്ടു. എന്നിട്ട് ഒരു വടിയും കണ്ണപ്പൻ്റെ കയ്യിൽ കൊടുത്തു. ഗുരുദേവന് കണ്ണപ്പനോട് വലിയ വാത്സല്യമായിരുന്നു. പാതിരിമാരെ പോലെയുള്ള ഒരു വെളുത്ത ലോഹയായിരുന്നു കണ്ണപ്പൻ്റെ സ്ഥിരം വേഷം. കണ്ണപ്പൻ പിന്നീട് കണ്ണപ്പ സ്വാമിയായി ശിവഗിരിയിൽ അറിയപ്പെട്ടു. ഗുരുദേവൻ തനിക്ക് നൽകിയ വടി ഒരു മന്ത്രവടിയാണെന്നായിരുന്നു കണ്ണപ്പസ്വാമിയുടെ വിശ്വാസം. ശിവഗിരിയിൽ എത്തുന്ന ആരുമായും വളരെ പെട്ടെന്ന് സൗഹൃദം ഉണ്ടാക്കുന്ന പെരുമാറ്റത്തിനുടമയായിരുന്നു സ്വാമി. ഒരാളിനെ സ്വാമി പരിചയപ്പെട്ടിരുന്നത് അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു. പിന്നീട് എത്ര കാലം കഴിഞ്ഞിട്ടായാലും ആ ആളിൻ്റെ കയ്യിൽ പിടിച്ചാലുടൻ അത് ഇയാളാണെന്ന് കണ്ണപ്പസ്വാമി പറയുമായിരുന്നു. ആ അസാധാരണ സിദ്ധി തനിക്ക് കിട്ടിയത് ഗുരുദേവൻ നൽകിയ മന്ത്രവടി തൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണെന്ന് കണ്ണപ്പസ്വാമി വിശ്വസിച്ചു പോന്നിരുന്നു. ഒരിക്കൽ കണ്ണപ്പസ്വാമിയുടെ ആ വിശ്വാസത്തെപ്പറ്റി ഒരാൾ ഗുരുദേവനോട് പറഞ്ഞപ്പോൾ ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞു: കണ്ണപ്പൻ്റെ കണ്ണ് അകത്താണല്ലോ. അത്ഭുത കൃത്യങ്ങളന്നു കാണിച്ചൊരു ചുപ്രചരിത്രനെ കാണുമാറാകണം. ഊമനെ വാചാലനാക്കിയ പാവന ശ്രീ മഹായോഗിയെ കാണുമാറാകണം. നാരായണ ഗുരു സ്വാമി തൻ ചേവടി വാരം വാരം കണ്ടു കൂപ്പുമാറാകണം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 215 കണ്ണപ്പൻ്റെ കണ്ണ് അകത്താണല്ലോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.